Good morning, dear students. Today we are going to see about price discrimination. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് ലാസ്റ്റ് ക്ലാസ് എടുത്തിട്ടുള്ള പോർഷൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗ്രാഫും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതിൽ എപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി അവരുടെ ഷട്ട് ഡൗൺ പോയിൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്, എപ്പോഴാണ് അവരുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. കാരണം എന്താണ് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ in today's class we'll see about price discrimination. എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ ഈ ഒരു ടേം പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ തമ്മിൽ ഡിസ്ക്രിമിനേഷനാണ്. 2 മക്കളോ 3 മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡിസ്ക്രിമിനേഷനാണ്. അല്ലെങ്കിൽ കോളേജിൽ ടീച്ചേഴ്സ് പറയാറുണ്ട്, ഈ ടീച്ചർക്ക് ഇത്ര കുട്ടികളെയാണ് ഇഷ്ടം, ഡിസ്ക്രിമിനേഷൻ, അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും സ്ഥിരം കേൾക്കുന്ന ഒരു ടേമാണ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ദാറ്റ് ഡിസ്ക്രിമിനേറ്റ്? രണ്ട് ഡിഫറെൻറ്റ് ആംഗിളിലാണ് നമ്മൾ അവരെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ സർവീസ് is called price discrimination. Okay, അപ്പോൾ the same പ്രോഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് പ്രൈസസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. Sometimes a monopolist may charge different prices from different customers. This practice is called price discrimination. The monopolist who practices price discrimination is called a discriminating monopolist. This form of monopoly is called discriminating monopoly. അപ്പോൾ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളിസ്റ്റ് എന്താണ് ചെയ്യാറ്? അവരുടെ പ്രാക്ടീസ് എന്താണ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അവർ തന്നെ ദറ്റ് ഈസ് ചില സൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ചില പ്ലേസസിൽ അവർ ചാർജ് ചെയ്യുന്ന രീതി, ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് പ്ലേസിൽ അവരെന്ത് ചെയ്യും, ഡിഫറെൻറ്റ് മാർക്കറ്റിൽ അവരെന്ത് ചെയ്യും, ഒരു പ്രൈസ് ചാർജ് ചെയ്യും. വേറൊരു സ്ഥലത്ത് മാർക്കറ്റിൽ അവരെന്ത് ചെയ്യും, വേറെ പ്രൈസ് ചാർജ് ചെയ്യും. അത് ദറ്റ് ഈസ് പ്രോഡക്റ്റൊക്കെ സെയിം തന്നെയാണ്, ബട്ട് ദേ ആർ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ വിൽ സി വാട്ട് ആർ ദ ഫോംസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ, യൂസ് ഡിസ്ക്രിമിനേഷൻ, ടൈം ഡിസ്ക്രിമിനേഷൻ, ഏജ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. അങ്ങനെ 5 എണ്ണമാണ് നമുക്ക് വരുന്നത്. എന്താണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഓരോ പേഴ്സണിൽ നിന്ന് വ്യത്യസ്തമായി മേടിക്കുന്ന ചാർജ് ചെയ്യുന്ന പ്രൈസിൻ്റെ രീതിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പേഴ്സണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇസ് സോൾഡ് അറ്റ് എ ലോവർ പ്രൈസ് ടു എ പുവർ പേഴ്സൺ ആൻഡ് അറ്റ് എ ഹയർ റേറ്റ് ടു എ റിച്ച് പേഴ്സൺ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദാറ്റ് പുവർ പേഴ്സൺ ഇസ് നോട്ട് ഏബിൾ ടു പേ, ഹീ ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് ഓഫ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി. So the monopolist charges a lower rate to the poor person, and when he see a person purchasing that from of higher class or rich person, then he will charge a higher rate. So അങ്ങനെ the same product 2 വ്യക്തികൾക്ക് 2 ഡിഫറെൻറ്റ് റേറ്റിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. that is known as personal price discrimination. Okay, second one is use discrimination. The basis of discrimination can be the use. അതായത് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അവിടെ ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസിന് അനുസരിച്ചിട്ടാണ്. അതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, എല്ലാവർക്കും ഒരേ യൂസാണോ? അല്ല. Everyone's use is unique. പക്ഷേ are they charging a unique price for everything? No.
അല്ല, എല്ലാറ്റിനും അതിൻ്റേതായ സെപ്പറേറ്റ് പ്രൈസിങ് ആണ് വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ എന്താ പറയുക, കമേഴ്ഷ്യൽ പേർപ്പസിനെ ചാർജ് ചെയ്യുന്ന റേറ്റ്, ഡൊമസ്റ്റിക് പേർപ്പസിനെ ചാർജ് ചെയ്യുന്ന റേറ്റ്, അഗ്രികൾച്ചറൽ പേർപ്പസിനെ ചാർജ് ചെയ്യുന്ന റേറ്റ്, 3 റേറ്റും ഡിഫറെൻ്റ് ആണ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ് ഇസ് ചാർജ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പേർപ്പസസ്. ഡൊമസ്റ്റിക് പേർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ വീടുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റീൻ്റെ ചാർജസ്, യൂസേജിന് ബേസ് ചെയ്തിട്ടാണ്. സോ അതിന് ഡിഫറെൻറ്റ് റേറ്റ് ആണ്. ആൻഡ് ദെൻ കമേഴ്ഷ്യൽ പേർപ്പസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഹയർ റേറ്റ് ആണ്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. പക്ഷേ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇസ് ദ സെയിം. കൊടുക്കുന്ന അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ വി ആർ സപ്ലൈയിങ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വി ആർ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇലക്ട്രിസിറ്റി ബോർഡ് ചാർജസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി. Lower rate for agriculture purpose, higher rate for domestic purpose, and much more higher rate for the commercial and industrial purpose. Okay, അപ്പോൾ മനസ്സിലായില്ലേ, ഓരോരുത്തരുടെ യൂസിനനുസരിച്ചിട്ടാണ് പ്രൈസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ടൈം ഡിസ്ക്രിമിനേഷൻ ആണ്. If the basis of discrimination is time, it is called time discrimination. Sometimes a lower rate is charged during certain times. Lower rate for using telephone or internet during night is an example. ഇപ്പം നമുക്ക് കുറച്ചും കൂടിയും നെറ്റ് സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 12 ആണ് നെറ്റ് സ്പീഡ് കിട്ടുക. ഓക്കെ, അതേപോലെ ഒരു 7 o'clock മോർണിംഗ്, ഏർലി മോർണിംഗ് 7 o'clock 8 വരെയൊക്കെ സ്പീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എഗെയിൻ ദ നെറ്റ് വിൽ ഗോ സ്ലോ. അപ്പോൾ പണ്ട് നമ്മുടെ ലാൻഡ് ഫോണുകളുണ്ടായിരുന്നു വീടുകളിലൊക്കെ, BSNLൻ്റെ ലാൻഡ് ലൈനുകളുണ്ടായിരുന്നു. അതിൻ്റെ തുടക്ക സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീക്ക് അവേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 7 to ഈവനിങ് 7, മോർണിംഗ് 7 to ഈവനിങ് 7, 7 to 9 നൈറ്റ്. ഓക്കെ, ആൻഡ് ദെൻ 9 to again the next day മോർണിംഗ് 7. ഇങ്ങനെ ഒരു 3 കാറ്റഗറി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റാണ് 9 to 7 എന്ന് പറയുന്നത്. STD ആയാലും ISD ആയാലും ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റ് എന്ന് പറയുന്നത് നൈറ്റ് ആഫ്റ്റർ 9 PM ആയിരുന്നു. അപ്പോൾ ഇതേപോലെ ചില പെർട്ടിക്കുലർ ടൈമിന് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ടൈം ബേസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഏജ് ഡിസ്ക്രിമിനേഷൻ. ഹിയർ ദ ബേസിസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇസ് ഏജ്. ദാറ്റ് ഈസ്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കുട്ടികൾ ബിലോ 4 years, മുമ്പ് അത് 5 years ഒക്കെ ആയിരുന്നു, 5 years ആയിരുന്നു. ഓക്കെ, ബിലോ 4 yearsന്, ബിലോ 5 yearsനൊക്കെ നമുക്കൊരു ചാർജും, അതേപോലെ തന്നെ അതിന് ടിക്കറ്റ് വേണ്ട, അവർ യാത്ര ചെയ്യണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. എബവ് 5 years എന്ന് പറയുമ്പോൾ ഹാഫ് ടിക്കറ്റെങ്കിലും നമ്മൾ എടുക്കണം. ഓക്കെ, ആൻഡ് 12 years കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുൾ ടിക്കറ്റാണ്. അതേപോലെ തന്നെ 60 years എബവ് എന്ന് പറയുമ്പോൾ അവർക്ക് 1/4 പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ ഏജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫുൾ പേഴ്സൻ്റെ ചാർജ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹാഫ് ടിക്കറ്റ് എന്ന് പറഞ്ഞാലും
ഫുൾ പേഴ്സൻ്റെ എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ ഹാഫ് ടിക്കറ്റ് എന്ന് പറയുന്നുള്ളൂ. സോ 1 to 4 years എന്ന് പറയുമ്പോൾ അവർക്ക് ടിക്കറ്റേ വേണ്ട, ബിക്കോസ് ദേ ക്യാൻ അക്കോമഡേറ്റ് വിത്ത് ദി പാരൻറ്റ് ഇറ്റ് സെൽഫ്. ഒരമ്മയുടെ കൂടെ തന്നെ അവർക്ക് കിടക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഓരോ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നൊരു രീതിയാണ് ഏജ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. When different prices are charged from customers of different places, it is called place discrimination. The best example എന്ന് പറയുന്നത് dumping. In dumping, exporters sell the product at a lower rate in the highly competitive foreign markets to capture the market. The same product is sold at higher rate in the domestic market. Dumping എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടോ എക്കണോമിക്സിൽ? കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡംപിങ് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു ടേം. വാട്ട് ഈസ് ഡംപിങ് എന്നുള്ളത് ഇസ് ഓൾസോ 2 mark ക്വസ്റ്റ്യൻ. ഡംപിങ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ചാർജിങ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഇൻ ദ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ ദറ്റ് ഈസ് ഹോം മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the seller may be a monopolist. Okay, so he is in charge of the domestic market. He is the ruler of the domestic market. So he can fix his own price for his own product. പക്ഷേ when he competes with the foreign markets, in foreign markets or in international markets, there will be people around the world. So this person is no more a monopolist there. അല്ലേ? ഇന്ത്യൻ മാർക്കറ്റിൽ അതല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹോം മാർക്കറ്റിൽ ചിലപ്പോൾ അയാൾ മൊണോപ്പൊളി ആയിരിക്കാം. സോ അയാൾ പറയുന്നതാണ് പ്രൈസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ when he competes, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് ഇയാൾ കോമ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇയാൾ മാത്രമല്ല അവിടെ ഉണ്ടായിരിക്കുക. പേഴ്സൺസ് ഫ്രം ദി അതർ കൺട്രീസ് ഓൾസോ വിൽ കം വിത്ത് ദെയർ ഓൺ പ്രോഡക്ട്സ്. ചിലപ്പോൾ സിമിലർ പ്രോഡക്റ്റ് ആയിരിക്കാം. സോ ദിസ് പേഴ്സൺ കനോട്ട് ഫിക്സ് ദി ചാർജ്. സോ അവിടെ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ മേടിക്കണമെന്നുണ്ടെങ്കിൽ സംടൈംസ് വി ഹാവ് ടു give at a lower rate. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലോവർ റേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഹോം മാർക്കറ്റിൽ നമുക്ക് ഹയർ റേറ്റുമാണ് ഈ വ്യക്തി ചാർജ് ചെയ്യുന്നത്. സോ 2 ഡിഫറെൻറ്റ് പ്ലേസസ്, 2 ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്, 2 ഡിഫറെൻറ്റ് ചാർജസ്. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലേസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പോൾ 5 ഡിസ്ക്രിമിനേഷനും ക്ലിയർ ആയോ? 4 മാർക്സ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ, യൂസ് ഡിസ്ക്രിമിനേഷൻ, ടൈം ഡിസ്ക്രിമിനേഷൻ, ഏജ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വിൽ മൂവ് ഓൺ വിത്ത് ദി ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഗ്രീസ് എന്നുള്ളത് നോക്കാം. First degree price discrimination, second degree price discrimination and third degree price discrimination. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. സോ എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് നോക്കാം. Discrimination is of the first degree when different prices are charged from different customers. This is the same as personal discrimination. ഓക്കെ, ഇപ്പോൾ ഇത് എവിടെയെങ്കിലും കേട്ട പോലെ തോന്നുന്നുണ്ടോ? പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറെൻറ്റ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യുക. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ടേക്സ് മെയിൻലി ഇൻ 2 ഫോംസ്. അവിടെയും 2 തരത്തിൽ വരുന്നുണ്ട്. 1, lower price for bulk buying
2. Classifying customers into different segments and charging different rates for different segments. The former is called quantity discounts. We know that prices in wholesale markets are lower than in retail markets. In the second case, the monopolist implements market segmentation and charges different rates for different segments. For example, the Indian Railway divides rail travel into different segments like ordinary, sleeper class, first class, AC class, etc. Different rates are charged for different segments. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ടേക്ക് 2 ക്ലാസിഫിക്കേഷൻ. എന്താണ് 2 ക്ലാസിഫിക്കേഷൻ? ഒന്ന് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. സോ വാട്ട് യു മീൻ ബൈ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സോറി ക്വാണ്ടിറ്റി പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് നമ്മൾ ബൾക്ക് ബൈയിങ്, അതേപോലെ തന്നെ റീറ്റെയിൽ, ഹോൾസെയിൽ പ്രൈസ് ആൻഡ് റീറ്റെയിൽ പ്രൈസ്, അങ്ങനെ 2 തരത്തിൽ നമുക്കുണ്ട്. സോ വെൻ യു ടേക്ക് തിങ്സ് ഇൻ ബൾക്ക്, സോ യു വിൽ ഗെറ്റ് എറ്റ് വെരി റെഡ്യൂസ്ഡ് പ്രൈസ്. ബട്ട് വെൻ യു ടേക്ക് തിങ്സ് ഇൻ റീറ്റെയിൽ ആസ് എ സ്മോൾ ക്വാണ്ടിറ്റി, we have to pay more price എന്നുള്ളതാണ്. ക്ലിയർ? സോ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. മോണോപോളിസ്റ്റ് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇംപ്ലിമെൻറ്റ്സ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ചാർജസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് മാറ്റണം. എന്നിട്ട് ഓരോ സെഗ്മെൻറ്റിനും ഓരോ പ്രൈസാണ് അവർ ഫിക്സ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റെയിൽവേസിൻ്റെ നേരത്തെ നമ്മളൊരു കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ദി സെയിം റെയിൽവേൻ്റെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നത്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓക്കെ, അതേപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ജനറലിൽ ആണെന്നുണ്ടെങ്കിൽ തീരെ ലോവർ പ്രൈസ് ആയിരിക്കും. സോ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒരു സ്ലീപ്പർ ക്ലാസ് ഉണ്ടാവില്ല, നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനേ സാധിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ചില ട്രെയിനിൽ ഉണ്ടാവാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കോമൺ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് തന്നെയായിരിക്കും. അതിൽ വരുന്നത് സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ പറയാം, സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. അതിൽ തന്നെ കുറച്ചും കൂടിയും ഒരു ഗ്രേഡ് കൂടിയതാണ് തേർഡ് എ സി, സെക്കൻഡ് എ സി, ഫസ്റ്റ് എ സി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എ സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. ചിലപ്പോൾ 2 യാത്രക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് എ സി എന്ന് പറയുമ്പോൾ നമുക്ക് 4 യാത്രക്കാരാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ഇതിലുണ്ടായിരിക്കുള്ളൂ. 6 പേരോ 8 പേരോ ഒന്നും ഉണ്ടാവില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് 4 പേരേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കുറച്ചും കൂടി വളരെ കംഫർട്ടായിട്ടുള്ളൊരു യാത്രയായിരിക്കും. ആൻഡ് ദെൻ എ സി ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ 4 പേര് തന്നെ കുറച്ചും കൂടിയും സൗകര്യങ്ങളും അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഓരോരുത്തരും ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. ഏറ്റവും ചാർജ് കൂടുതൽ വരുന്നത് ഫസ്റ്റ് ക്ലാസ് എ സിക്കാണ്. ഓക്കെ, ആൻഡ് ദെൻ ഫസ്റ്റ് ക്ലാസ് ജനറലി ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് എ സി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അങ്ങനെയാണ് അതിൻ്റെ ചാർജസും കാര്യങ്ങളും. ഇപ്പോൾ ഡിഫറെൻറ്റ് ചാർജസ് ആണ്. പക്ഷേ യാത്ര എല്ലാവരും ചിലപ്പോൾ അവരവരുടേതായ ഓൺ ഡെസ്റ്റിനേഷൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇപ്പോൾ കേരളം ടു ഡൽഹി വരയ്ക്കും യാത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരം ടു ഡൽഹി ആണെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ പോയി നിൽക്കുന്നത് ഡൽഹിയിലാണ്, അതിനപ്പുറത്തേക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡൽഹി വരയ്ക്കുമുള്ള യാത്രയിൽ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഡൽഹിയിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഡൽഹി വരയ്ക്കും യാത്ര ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടായാലും അവർ ഏതൊക്കെ ക്ലാസ്സസ് എടുത്താലും അവർക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യും. അപ്പോൾ സ്ലീപ്പർ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എല്ലാവർക്കും അതിൽ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേ ചാർജിങ് ആയിരിക്കും. ഇനി അവർ കയറുന്ന ഡെസ്റ്റിനേഷൻ, അവർ ഇറങ്ങുന്ന ഡെസ്റ്റിനേഷൻ അനുസരിച്ചാണ് ബാക്കിയുള്ള ചേഞ്ചസ് വരുള്ളൂ. പക്ഷേ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക ബെനിഫിറ്റ്സും അതല്ലാന്നുണ്ടെങ്കിൽ കംഫേർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് ചാർജസ് നമ്മൾ മേടിക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ.
The monopolist divides the market into two or more based on elasticity of demand of the buyers. The product is sold at higher price in the market where the elasticity of demand is low, and at a lower price in the market where the elasticity of demand is high. When the elasticity of demand is low, consumers will accept at higher price. On the other hand, if the elasticity of demand is high, it would be better to charge a lower price and increase the demand എന്നുള്ളതാണ്. അപ്പോൾ this is a simple economic logic in price discrimination. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദെൻ പ്രൈസ് ഒന്ന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഡിക്രീസ് ആവുകയും ചെയ്യും. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. സോ ഇങ്ങനത്തെ ഒരു ലോജിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് തേർഡ് ഡിഗ്രി നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്. ഓക്കെ, സോ വി ഹാവ് സീൻ the forms of price discrimination. എന്താണ് price discrimination, എന്താണ് forms of price discrimination, and then degrees of price discrimination. മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, and then we'll move on to the price and output determination under discriminating monopoly. ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊണോപ്പൊളിയിൽ how we are going to determine the price and the output. ഏത് ഔട്ട്പുട്ടിൽ സെയിൽ ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് സെയിൽ ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് എത്തണ്ടേ. സോ ദ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇസ് ദ മോസ്റ്റ് കോമൺ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി. ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളിയിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നത് തേർഡ് ഡിഗ്രിയാണ്. So let us see how prices and output are determined under price discrimination. അപ്പോൾ നമുക്കൊരു 3 ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 108 അതിലുണ്ട് കേട്ടോ. 3 ഫിഗേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫിഗർ 7 ആണ് പറയുന്നത്. അതിൽ 3 ഫിഗേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 3 ഡയഗ്രാംസ്, ഡയഗ്രാം 1, ഡയഗ്രാം 2 ആൻഡ് ഡയഗ്രാം 3. The monopolists divide the market into two. Market A, where the elasticity is low, and market B, where the elasticity is high. അപ്പോൾ 2 കാര്യങ്ങളായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഒന്ന് ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്തേക്കുന്നത് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ലോയും അതേപോലെ മറ്റൊന്ന് ഹൈയും. Diagram 1 shows market A and diagram 2 shows the market B. The combined market is represented by the diagram 3. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റ്, ദാറ്റ് ഈസ് ലോവും ഹൈയും കൂടിയിട്ടുള്ളതാണ് ഡയഗ്രാം 3യിൽ നമുക്ക് തന്നിട്ടുള്ളത്. It can be seen that the demand curve in market A അല്ലാന്നുണ്ടെങ്കിൽ AR1, അതിൽ AR1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവാണ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്റ്റീപ്പായിട്ടാണ് കാണിക്കുന്നത്. ഡിമാൻഡ് കർവ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്, പക്ഷെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡിമാൻഡ് കർവാണ്. ആൻഡ് വെർ ദ ഡിമാൻഡ് കർവ് ഇൻ മാർക്കറ്റ് ബി ഈസ് ലിറ്റിൽ ബിറ്റ് ഫ്ലാറ്റ്. കുറച്ചും കൂടിയും ഒരു സ്ലോപ്പിംഗ് ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി വൈഡർ സ്ലോപ്പാണ് നമുക്കതിൽ കാണിക്കുന്നത്. ദ കമ്പൈൻഡ് ഡിമാൻഡ് കർവ് ഇൻ ARC ഇസ് ദ കമ്പൈൻഡ് വിച്ച് ഈസ് അറൈവ്ഡ് ത്രൂ ദ ലാറ്ററൽ സമ്മേഷൻ ഓഫ് AR1 ആൻഡ് AR2. അവിടെ MRC എന്ന് പറയുന്നത് ഇസ് എ കമ്പൈൻഡ് മാർജിനൽ റവന്യൂ കർവ്. MC is the marginal cost curve of the firm. അപ്പോൾ നമുക്കതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ഇതാണ് ഡയഗ്രാം 3യിൽ അവർ തന്നിട്ടുള്ളത്. The firm is in equilibrium point E where the MC curve cuts the MR curve from the below. നമുക്കറിയാം അതിൻ്റെ താഴേന്നാണ് അത് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്. ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OQ ആണതിൽ. Now the question is, what part of this output OQ will be sold in market A and market B and at what prices? അപ്പോൾ ഇവിടെ വരുമ്പോൾ OQ എന്ന് പറയുന്ന പോയിന്റിൽ എത്ര യൂണിറ്റ്സ് ആണ് മാർക്കറ്റ് എയിലും മാർക്കറ്റ് ബിയിലും സെൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. So these questions are answered by extending the equilibrium E to diagram 1 and
E2. The equilibrium in market A is at E1 and the equilibrium in market B is at E2. It can be seen from the diagram that the price in market A will be OP1 and the price in market B will be OP2. At OP1 price, the monopolist will sell OQ1 quantity. അതേപോലെ തന്നെ OP2 price ആണെന്നുണ്ടെങ്കിൽ the monopolist will sell at OQ2 quantity ആണ് in market B. This will maximize the profit for the monopolist. അപ്പോൾ അവർക്കറിയാം OP1 വിൽക്കുമ്പോഴാണ് മാർക്കറ്റ് എയിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്, OQ2 സെയിൽ ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ബിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നത്. ഇനി വിൽ സി ദ കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ കണ്ടീഷൻസ് ഉണ്ട്, ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. So price discrimination requires the fulfillment of the following condition: existence of 2 or more markets. നമുക്ക് ഒന്നെങ്കിൽ 2 or more markets ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. And then elasticity of demand should be different under different markets. The markets should be geographically separated from each other, thereby excluding the possibility of people buying from the cheaper market and selling in the expensive market. അപ്പോൾ ഇവിടെ പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കറ്റ്സ് വേണം. അതേപോലെ തന്നെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2 മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള മാർക്കറ്റ്സിലോ ഡിഫറെൻ്റ് ആയിരിക്കണം. ആൻഡ് തേർഡ് വൺ ഇസ് മാർക്കറ്റ് ഷുഡ് ബി ജിയോഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതേപോലെ തന്നെ എക്സ്ക്ലൂഡിങ് ദ പോസിബിലിറ്റി ഓഫ് പീപ്പിൾ ബൈയിങ് ഫ്രം ദി ചീപ്പർ മാർക്കറ്റ് ആൻഡ് സെല്ലിങ് ഇൻ ദി എക്സ്പെൻസീവ് മാർക്കറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ച് മറ്റൊരു മാർക്കറ്റിൽ ഏറ്റവും ഹയർ പ്രൈസിന് സെയിൽ ചെയ്യാവുന്ന ഒരു രീതി. അപ്പോൾ അതിലേക്ക് ദാറ്റ് ഈസ് ഒരു ചെറിയൊരു സ്പേസിൽ തന്നെ 2 ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് വരാനായിട്ട് പാടില്ല. സോ ജിയോഗ്രാഫിക്കൽ ഏരിയ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അത്യാവശ്യം ഉണ്ടായിരിക്കണം. So a person cannot buy from the cheaper market and then he should not sell in the market where the product is priced high എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്കതിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിൽ ബി എഫക്റ്റീവ് ഓൺലി വെൻ ദി അബവ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതേപോലെ തന്നെ മൊണോപോളിയും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് അവർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫേംസ് തന്നിട്ടുണ്ട്, നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, ഡിമാൻഡ് കർവ്, പ്രൈസ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് ഇലാസ്റ്റിസിറ്റി. സോ ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് തേർഡ് കോളം ഇസ് ഫോർ മൊണോപോളി. സോ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഫേംസ് ആണെന്നുണ്ടെങ്കിൽ ലാർജർ നമ്പർ ഓഫ് ഫേംസ് ഉണ്ടായിരിക്കും. മൊണോപോളിയിൽ നമുക്കറിയാം സിംഗിൾ ഫേമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ സെല്ലർ തന്നെയാണ് അവിടെ ഉള്ളത്. നേച്ചർ ഓഫ് പ്രോഡക്റ്റ്സ് നോക്കുകയാണെങ്കിൽ 2ത്തിലും ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്. ഡിമാൻഡ് കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. മൊണോപോളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. പ്രൈസ് എന്ന് പറയുന്നത് യൂണിഫോം പ്രൈസ്. ഇവിടെ മൊണോപോളിയിൽ വരുന്നത് ഒന്നെങ്കിൽ യൂണിഫോം ഓർ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റിംഗ്. മൊണോപോളി അനുസരിച്ചാണ് ഡിഫറെൻറ്റ് വരുന്നത്. ആൻഡ് ദെൻ ഫ്രീഡം ഓഫ് എൻട്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫ്രീഡം ഓഫ് എൻട്രി അവൈലബിൾ ആണ്. മൊണോപോളിയിൽ നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല, എൻട്രി ബാരിയേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്, മൊണോപോളിയിൽ പറയുമ്പോൾ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വി ഹാവ് സീൻ വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്കി, അതേപോലെ തന്നെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപോളി. ഇപ്പോൾ ഡിസ്ക്രിമിനേഷനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളതും, ആൻഡ് ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപോളി, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതും നോക്കി.
ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. ഓക്കെ. പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡിമാൻഡ് കർവും അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. സോ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. താങ്ക് യു.